തിരഞ്ഞെടുപ്പ് ആനുകൂല്യങ്ങൾക്ക് എതിരെ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പിന് മുൻപ് പണം വിതരണം ചെയ്യലിനെ വിമർശിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ തടസ്സപ്പെടുത്തും, എത്ര കാലം ഇങ്ങനെ പോകുമെന്നും സുപ്രീം കോടതി ചോദിച്ചു. തമിഴ്നാട് സർക്കാർ എല്ലാ സ്ത്രീകൾക്കും 5000 രൂപ വീതം നൽകിയിരുന്നു. ബസന്താണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ബസന്ത്, ഇത് ഹർജിയിന്മേലാണ് ഇപ്പോൾ ഇങ്ങനെ സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം ഇടപെടലൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. മുൻപും ഇപ്പോഴത്തെ നിർദ്ദേശങ്ങൾ എന്താണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത്? ബസന്ത്, പ്രതീക്ഷ, തമിഴ്നാട് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഇലക്ട്രിസിറ്റി അമെൻമെന്റ് ചട്ടങ്ങൾ അല്ലെങ്കിൽ വൈദ്യുതി ഭേദഗതി ചട്ടങ്ങളിലെ 23-ാം റൂള് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സംസ്ഥാന സർക്കാരുകൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ പണം നേരിട്ട് നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ഇത് എത്ര കാലം ഇതിങ്ങനെ തുടരാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യങ്ങൾ വേണ്ടത് എന്ന് കൃത്യമായി തിരിച്ചറിയാതെ എല്ലാവർക്കും ഇത് നൽകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ തന്നെ നേരിട്ട് ബാധിക്കുന്നതാണ് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം പണം കൊടുത്തതായിട്ട് തനിക്കറിയാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ പൊതുത്വ കൽപ്പിക്കുമ്പോൾ ഇതൊക്കെ സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ള ചോദ്യം വരാം. പക്ഷെ ഇത് രാജ്യത്താകമാനമാകുമ്പോൾ ഇത് വിഷയമാവും. ഇപ്പോൾ തമിഴ്നാടിനെ മുൻനിർത്തി തന്നെയാണ് ഞങ്ങളിത് പറയുന്നത്. മുൻനിർത്തി മാത്രമല്ല ഇത് പറയുന്നത്, രാജ്യത്താകമാനം തന്നെ ഇത്തരത്തിലൊരു സംസ്കാരം വികസിച്ചു വരുന്നുണ്ട്. ഇത് ശരിയല്ല എന്നുള്ളതാണ് പ്രധാനമായും സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ശരി, ബസന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.